നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് ഏതാണ്ട് പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു. LDF കനത്ത പരാജയം ഏറ്റുവാങ്ങുകയുണ്ടായി. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച ഒരു സർക്കാർ, ഒരു മുന്നണി ഇത്രയും വലിയ ഒരു പരാജയം അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. LDFന് ഉണ്ടായ പരാജയം ഭരണപരമായ പരാജയമല്ല, അഥവാ മോശപ്പെട്ട ഭരണത്തിൻ്റെ പരിണിത ഫലമായിട്ടല്ല LDF ഇത്രയും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയത്. രാഷ്ട്രീയപരമായ പരാജയമാണ്. ഭരണ മികവ് കൊണ്ട് മാത്രം, ഗുഡ് ഗവേണൻസ് കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. LDF മുമ്പോട്ട് വെക്കുന്ന മതനിരപേക്ഷമായ രാഷ്ട്രീയത്തെ വെള്ളം ചേർത്തുകൊണ്ട് ചില ഘട്ടങ്ങളിൽ സോഫ്റ്റ് ഹിന്ദുത്വയുടെ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ വിളിക്കുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് പാറ്റേണുകൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരം നിലനിർത്താൻ LDF ശ്രമിച്ചു, CPM ശ്രമിച്ചു. ഇതാണ് ഏറ്റവും വലിയ വീഴ്ചയായി എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ മതേതര പൈതൃകത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയ ദുർഭൂതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ എക്കാലവും ഭരണം നടത്താം, അങ്ങനെ എല്ലാ വോട്ടുകളും സമാഹരിക്കാം എന്ന് കരുതിയ CPMൻ്റെയും LDFൻ്റെയും രാഷ്ട്രീയ വീക്ഷണ ഗതിയുടെ പരാജയമാണ് ഈ ഇലക്ഷനിൽ സംഭവിച്ചത്. CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും DNA എന്ന് പറയുന്നത് മതേതരത്വമാണ്, സെക്കുലറിസമാണ്. ആ സെക്കുലറിസത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് CPMനോ LDFനോ കേരളത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന ഒന്നാമത്തെ പാഠമാണ് ഈ ഇലക്ഷൻ റിസൾട്ട് നൽകുന്നത്. LDFന് വോട്ട് ചെയ്യുന്ന CPMൻ്റെ അനുഭാവികളും അനുയായികളും ധർമ്മടം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് CPMനോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർക്ക് പാർട്ടിയോടോ പാർട്ടി സംവിധാനങ്ങളോടോ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ പെൻഡപ്പ് ഫ്യൂരി അടക്കിപ്പിടിച്ച് രോഷം പ്രകടിപ്പിക്കാൻ ഇലക്ഷനെ അവർ ഉപയോഗിച്ചു. ധർമ്മടത്ത് പിണറായി വിജയൻ നേരിട്ട കടുത്ത വെല്ലുവിളി ഇതിൻ്റെ ഉദാഹരണമാണ്. ഗവൺമെൻറ്റിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പോലും ജനങ്ങളുടെ രോഷം ഏറ്റുവാങ്ങേണ്ടി വന്നു. സർക്കാരാണ് വലുത്, ഗവൺമെൻറ് ഉണ്ടാക്കുക, അധികാരത്തിൽ തിരിച്ചു വരിക, ഇതാണ് പരമപ്രധാനം എന്ന സന്ദേശം ഉൾക്കൊള്ളാൻ ഒരിക്കലും പാർട്ടി പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. 2021 ഇലക്ഷനിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ച KK ശൈലജയെ ജനങ്ങൾ വിജയിപ്പിച്ച് മഹാഭൂരിപക്ഷം നൽകിയത് ഒരിക്കലും അവരെ കേവലം MLA ആയി ഒതുക്കാൻ വേണ്ടിയായിരുന്നില്ല. അവർക്ക് മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റി നിർത്തിയത് ഏറ്റവും വലിയ അബദ്ധമായിരുന്നു. അവർ ഈ ഗവൺമെൻറ്റിൽ മന്ത്രിയായി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതിച്ഛായ നഷ്ടം ഒരിക്കലും ഈ ഗവൺമെൻറ്റിന് ഉണ്ടാകുമായിരുന്നില്ല.